കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാൻ കുറഞ്ഞു നിൻ നാമമേറണം, ഈ ദിവ്യ ചിന്ത നൽകണം. ഞാൻ കുറഞ്ഞു നിൻ നാമമേറണം, ഈ ദിവ്യ ചിന്ത നൽകണം. അന്ത്യത്തോളവും നിൻ മഹത്വത്തിൽ ഞാൻ മുഴുകണമെൻ പ്രഭോ. ഞാൻ മുഴുകണം എൻ പ്രഭോ, തവ നാമം ഞങ്ങൾക്കാമോദം. നിയതം അരുൾവരദാ കൃപ ചൊരിയൂ നീ, തവ നാമം ഞങ്ങൾക്കാമോദം. നിയതം അരുൾവരദാ കൃപ ചൊരിയൂ നീ. തിരുശക്തി ഞങ്ങൾക്കരുളേണം, ഇന്നീ മംഗളയോഗവേളയിൽ. ഇന്നീ മംഗളയോഗവേളയിൽ ദൈവമേ അങ്ങേ സന്നിധേ ഞങ്ങൾ വന്നണയും നിയാമത്തിൽ. തൃക്കൺ പാർക്കണേ, കൃപയേകണേ, ആശീഷം നൽകിടേണമേ. ആശീഷം നൽകിടേണമേ. തവ നാമം ഞങ്ങൾക്കാമോദം. നിയതം അരുൾവരദാ കൃപ ചൊരിയൂ നീ. തിരുശക്തി ഞങ്ങൾക്കരുളേണം, ഇന്നീ മംഗളയോഗവേളയിൽ. ഇന്നീ മംഗളയോഗവേളയിൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതെ, കർത്താവിൻ്റെ ആ കരുതൽ, കർത്താവിൻ്റെ ആ സ്നേഹം നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ്. ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ബുദ്ധികൾക്കോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ബുദ്ധിശക്തിക്കൊക്കെ അപ്പുറമായി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ആ കരുതലും സ്നേഹവും. അതെ, അതാണ് പിതാവ് പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന ആ സ്നേഹം, ആ കരുതൽ. അത് നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ രക്ഷ തിരിച്ചറിയുവാൻ കഴിയുന്നു. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് കർത്താവ് നമുക്ക് തന്ന രക്ഷ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതായത് നിത്യജീവൻ, ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ആ ഷെക്കേന, ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു കാലം നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞിട്ട് ഒരു കാലഘട്ടം, ഒരു കോടാനുകോടി വർഷങ്ങൾ ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ ഒരു രക്ഷയെപ്പറ്റി നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും നമുക്കൊരു നിത്യജീവനുണ്ട് എന്നുള്ളൊരു പ്രത്യാശ. അതാണ് ദൈവം ഒരുക്കിയിട്ടുള്ള ആ കരുതൽ. അല്ലെങ്കിൽ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തിയാണ് ദൈവം തന്നിരിക്കുന്ന നിത്യരക്ഷ. ആ നിത്യരക്ഷ ദൈവത്തെ മനസ്സിലാക്കാത്തവർക്ക്, ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് അത് തിരിച്ചറിയുവാൻ കഴിയില്ല. കൃപയാൽ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞതുകൊണ്ട്, ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ്, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതുകൊണ്ടാണ് ആ നിത്യരക്ഷ നമുക്ക് ലഭിക്കാൻ കാരണമായത്. അങ്ങനെയെങ്കിൽ
ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തെ കണ്ട ദൈവത്തിൻ്റെ പൈതലിന് നിത്യമായി ഭൂമിയിലെ നന്മയിൽ ലഭിക്കും. അതെ, സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നമ്മൾ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ നിത്യ ആ കാലത്തിലേക്കുള്ള ആ യാത്രയിലേക്കുള്ള ആ കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം നമുക്ക് തന്നിട്ടാണ് പോയത്. ഹല്ലേലൂയ. ആ കാൽവറി ക്രൂശിൽ അങ്ങ് കർത്താവ് യാഗമായത് നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയത്. അത് ഭൂമിയിലെ നന്മയും സ്വർഗത്തിലെ നന്മയും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത്? ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടേതായ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മുന്നിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് ആ നിത്യമായ ആ തേജസ്സിനെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും നമ്മൾ തകർന്നു പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ കിടക്കുന്ന വിഷയങ്ങളും ഭൂമിയിലെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം നമ്മളെ ഒന്നൊന്നായിട്ട് ആഞ്ഞടിക്കുമ്പോഴും ഹല്ലേലൂയ, ഇതിനപ്പുറമായി ഒരു സന്തോഷമുണ്ട്. ലോകം തരാത്ത ഒരു സമാധാനമുണ്ട്. ലോകത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഭൂമിയിൽ ഒരു പ്രത്യേക കാലയളവിൽ നമ്മളിവിടെ ജീവിച്ചിരിക്കും. എന്നാൽ നമ്മുടെ തക്ക സമയമായുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകും. ഇത് ശാശ്വതമായ ഭവനമല്ല. ഈ ഭവനം നമ്മളിവിടെ ഒരു ടെൻറ്റിൽ കിടക്കുന്നത് പോലെ ഉള്ള ഒരു വാസമാണ്. ഇത് വിട്ടിട്ട് പോകുന്ന ഒരു നിമിഷം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന് ദൈവം ചെയ്യാൻ പോകുന്ന ചെയ്തു വെച്ചിട്ടുള്ള ആ നല്ല കരുതലും സ്നേഹത്തെ പറ്റി മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ മനുഷ്യൻ അസ്വസ്ഥനായി കഴിയുന്നത്. ഹല്ലേലൂയ. ഒരു നിത്യപ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് ആമേൻ സ്തോത്രം, ഇവിടുത്തെ കഷ്ടത സഹിഷ്ണുത ഉണ്ടാക്കുന്നതും സിദ്ധത പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ആ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയാത്തത് കൊണ്ടാണ് നിരാശയായ പിശാചിനകത്ത് നമ്മൾ അടിപ്പെട്ട് കിടക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മളെ ഒന്നൊന്നായിട്ട് ആഞ്ഞടിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്, ആ നിത്യസന്തോഷം. ആ നിത്യസന്തോഷത്തിനെ ആ നിത്യസന്തോഷത്തെക്കുറിച്ചുള്ള ഒരു മാനസികമായ ഒരു ആ വിളിയും തെരഞ്ഞെടുപ്പും ആ നിത്യസന്തോഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തകർന്ന് തരിപ്പണമായി പോകുന്നത്. ഇവിടുത്തെ പ്രതികൂലങ്ങളെ, ഇവിടുത്തെ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഭയങ്കര അസ്വസ്ഥതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഓരോരുത്തരുടേതായ ആ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ അവരുടെ കൂടെ കരയുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങളെ പ്രതികൂലങ്ങളെയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡിനകത്ത് അവരനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഓരോരുത്തരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അവരുടെ തലമുറകളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ആണല്ലോ. ആ വിഷയങ്ങൾക്കകത്തൊക്കെ ഏതെങ്കിലും ഒരു പരാജയം വരുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും അങ്ങ് ക്ഷീണിതരാകുന്നു, നിശ്ചയമാണ്. പക്ഷെ ആ ക്ഷീണിത അവസ്ഥയിലും ഹല്ലേലൂയ, ആ കാൽവരി ക്രൂശിൽ യാഗമായ യേശുവിനെ ഒന്ന് നോക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, ആ കർത്താവ് അനുഭവിച്ച കഷ്ടതകളും പങ്കപ്പാടുകളും നമ്മളൊന്ന് നോക്കാമെങ്കിൽ, ആ കാൽവരി ക്രൂശിലേക്ക് നമ്മളൊന്ന് നോക്കാമെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. അപ്പോൾ തന്നെ ആ നിത്യജീവിതം, ആ നിത്യജീവനെക്കുറിച്ച്, ആ നിത്യതയെക്കുറിച്ചുള്ള ആ ഒരു ദീർഘദൃഷ്ടി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ദൈവത്തിൻ്റെ മക്കളെ, ഓരോരുത്തരുടെയും സങ്കടകരമായ വിഷയം വരുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കരയുകയാണ്. സിസ്റ്ററെ, ആൻറ്റി, എനിക്ക് ഇന്ന പ്രതികൂലത്തിൽ പോകുന്നു, ഞാനൊരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്നു, ഞാൻ ഒരു ഗൾഫ് കൺട്രികളിൽ, യൂറോപ്യൻ കൺട്രികളിലൊക്കെ ചില കഷ്ടത്തിനകത്തൂടെ പോകുന്നു, ഇവിടെ സാമ്പത്തിക ബാധ്യതയായിട്ട് അവിടെ രക്ഷപ്പെടുവാൻ വേണ്ടി പോയി കിടക്കുന്നു, കുടുംബത്തെ കളഞ്ഞിട്ട് അവിടെ പോയി കിടക്കുകയാണ്. ആമേൻ സ്തോത്രം. ഇവിടെ നിൽക്കാൻ കഴിവില്ല, ശക്തിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി. പലവിധമായ സ്തോത്രം, ഈ വെള്ളത്തിൽ കൂടി പത്രോസ് നടന്നപ്പോൾ ഹല്ലേലൂയ മുങ്ങിപ്പോകും എന്ന് തോന്നിയപ്പോൾ കർത്താവിനോട് പറഞ്ഞതുപോലെ വളരെയധികം പ്രതികൂലത്തില് ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ മുങ്ങിപ്പോകാറായി ഒരു കൂട്ടം ജനം അങ്ങനെ വലയുമ്പോൾ അവരെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. അവരെ ഓർത്ത് കർത്താവ് കരയുന്നവരോടുകൂടെ കരയുകയാണ് ചെയ്തത്.
കർത്താവ് സന്തോഷ ഭവനത്തിൽ പോകുന്നതിനേക്കാളും കർത്താവിന് ഇഷ്ടം വിലാപ ഭവനത്തിൽ പോകുന്നതാണ്. ഓരോരുത്തരുടെയും ദുഃഖങ്ങളും കഷ്ടങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ഈ ദിവസങ്ങൾ അവരോട് ചേർന്ന് എനിക്ക് കരയുവാനും പ്രാർത്ഥിപ്പാനും ദൈവം കൃപ തന്നു. എന്നാൽ ചിലർക്ക് അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ച ആ വിഷയത്തിന് ദൈവം അത്ഭുതകരമായി മറുപടി തന്നു എന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടം മാത്രം പറഞ്ഞിട്ട് അവർക്ക് റിസൾട്ട് വരുമ്പോൾ പറയാതിരിക്കുന്നവരുമുണ്ട്, പറയുന്നവരുണ്ട്. ദൈവമക്കളെ, എല്ലാവരെയും ഓർത്തും ഞാൻ വളരെ സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും എന്നെ വിളിച്ചവരോടെല്ലാം അതേ സ്തോത്രം, അവർക്ക് വേണ്ടി കരയാനൊരു സമയം ഞാൻ മാറ്റിവെച്ച്, ചിലപ്പോൾ എനിക്ക് തിരക്കേറിയ ലൈഫിലാണെങ്കിൽ ഞാൻ നടന്ന് അവർക്ക് വേണ്ടി കരയും. കർത്താവേ, ഇന്ന വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ, ഇന്ന വിഷയത്തിനകത്ത് അവർ തകർന്നു പോകുന്നു. ഹല്ലേലൂയ. ഓരോ അപവാദങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ഒന്നൊന്നായിട്ട് അനുഭവിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ വേദനകൾ സങ്കടത്തോട് പറയുമ്പോഴും അവരോടൊപ്പം കരയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് പകൽക്കാലവും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. വേദനിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, തകർന്നു കിടക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കഷ്ടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതെ, ദൈവത്തെ കണ്ട മക്കൾക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സകലതും നന്നായി ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, അതെ ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അതെ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില നന്മകൾ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിലെ നന്മയും നമ്മൾ അനുഭവിക്കുന്ന ദൈവമക്കളെ, ഇപ്പോൾ കാണുന്ന ഈ കഷ്ടങ്ങൾ സാരമില്ല. ഈ കഷ്ടത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മുടെ സങ്കടങ്ങളെ കണ്ട് കണ്ണുനീര് കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്ന ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. അതേ സ്തോത്രം. നമ്മുടെ വിഷയം കേട്ടിട്ട് കണ്ണടച്ചു പോകുന്ന കർത്താവല്ല നമ്മുടെ ദൈവം. കർത്താവ് കരയുന്നവരോട് കരയുന്ന ദൈവമാ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ മധ്യസ്ഥത അണയ്ക്കും പിതാവിനോട്. പക്ഷേ ഏക മധ്യസ്ഥതയും യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കണ്ണിന് കാണാത്തത്, നിങ്ങളുടെ ചെവിക്ക് കേൾക്കുവാൻ കഴിയാത്ത, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ കഴിയുന്നില്ല. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നിങ്ങളുടെ ഓരോ പ്രതികൂലമായിരിക്കുന്ന ഏത് വിഷയമാണോ ഇന്ന് പകൽക്കാലം, ആ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യുക പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, നിന്റെ മക്കൾ വിവിധ ഭാരങ്ങളായി, പ്രയാസങ്ങളായി തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്നു. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ഞാൻ നിരസിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വിവിധ വേദനകളാൽ കുടുംബ ജീവിതത്തിൽ പരാജയം അനുഭവിച്ച് തകർന്ന് തരിപ്പണമായി എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയ കുടുംബ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ. സ്തോത്രം. ആന്റി, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ സഹിക്കുന്നു. എൻ്റെ ജീവിത സഖി എന്നെ വിട്ടിട്ട് പോയി. അത് എത്രയും പെട്ടെന്ന് മടങ്ങി വരണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നിന്റെ ആ മാനസിക വേദനയ്ക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കർത്താവേ, നീ ആ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അതേ ഹല്ലേലൂയ. സാമ്പത്തിക ബാധ്യത മൂലം കർത്താവെ ഭവനത്തിനകത്ത് താമസിക്കുവാൻ കഴിയാതെ, ആമേൻ, കടക്കാരുടെ കഷ്ടം കൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കള് എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ദൈവമേ. നീ അത് ശ്രദ്ധയോട് കേട്ടല്ലോ. തന്റെ ഭക്തന്മാർ തമ്മിൽ പറയുന്ന യഹോവ ശ്രദ്ധ വെച്ച് കേട്ടല്ലോ. കർത്താവ്, ഈ പ്രതികൂലങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ നിൽക്കുവാനുള്ള ഒരു ദൈവശക്തി ഇവരുടെ മേൽ അയച്ചതിനായി സ്തോത്രം. ദൈവകൃപ വ്യാപരിച്ചതിനായി സ്തോത്രം. എന്നാൽ ഈ സാമ്പത്തിക ബാധ്യതയോ ഈ ഭൂമിയിലുള്ള കഷ്ടമോ അല്ല. അതിനപ്പുറമായി നിത്യ നരകത്തിലേക്ക് പോകുവാൻ അറസ്റ്റ് വാറണ്ടുമായിരിക്കുന്ന ഒരു കൂട്ടം ജനം നിത്യ അഗ്നിയിലേക്ക് പോകുവാൻ ഇരിക്കുന്നതോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിധത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവും കൃപയും കൂടെയിരിക്കും. ആത്മാവിന്റെ ചലനം വെളിപ്പെടും. സകലത്തിലും പരിശുദ്ധാത്മാവ് തന്നെ വഴി നടത്തും. ആമേൻ. സ്തോത്രം. സകലത്തിലും അതേ ദൈവം ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മകളെ കൊണ്ട് ഇന്ന് പകൽക്കാലം നന്മ അനുഭവിച്ചതിനായി നിന്റെ മക്കൾ നന്മ അനുഭവിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലത്തിലും അങ്ങ് അത്ഭുതം ചെയ്യും. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലവും ചില ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അത്ഭുതം നടക്കുമ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത്. പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.